ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിബൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 400 ml പാലാണ്. അപ്പോൾ ഈ ഒരു മുഴുവൻ പാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു പുഡിങ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് കോൺഫ്ലോർ പൗഡർ വെച്ചിട്ടാണ്. കോൺഫ്ലോർ പൗഡർ വെച്ചിട്ട് മാത്രമല്ല ഈ ഒരു പുഡിങ് ഉണ്ടാക്കുക, കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടും ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഈ ഒരു പാല് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മളെ പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തരെയും മധുരത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പിന്നെ ഇതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് നല്ല മധുരം തന്നെ ഉണ്ടാവും. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോർ പൗഡർ ചേർത്തതിന് ശേഷം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഇത് ഉടച്ചെടുക്കണം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഞാനിതിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് നേരത്തെ തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതാ ഇത് നമ്മളെ പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയം തന്നെ പാല് ചെറുതായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ചെറുതായിട്ട് കുറുകി വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സ്റ്റീലിൻ്റെ പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കൈവിടാതെ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് തന്നെ കുറുകി വരും. ഏകദേശം ഇതേപോലെ ഇരിക്കണം. ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ്. അപ്പോൾ വാനില എസൻസ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ കളറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കളറും ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫ്രൂട്ട്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേന്ത്രപ്പഴം, ചെറിയൊരു പീസ് നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മാത്രം പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ ചെറുനാരങ്ങ നീര് കുറച്ച് മാത്രം മതി. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർത്താൽ വല്ലാതെ പുളി കൂടും. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്രൂട്ട്സും ഇതുമെല്ലാം നമുക്ക് തണുപ്പിച്ചെടുക്കണം.
ഞാനൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മളെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പഴം, അതുപോലെ തന്നെ കാരക്ക കുരു കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഉറുമാമ്പഴം, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ നമ്മളെ പുഡിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നിങ്ങളൊക്കെ ഇഷ്ടം പോലെ നല്ല ഭംഗിയായിട്ടൊക്കെ ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുഡിങ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.